ക്ലാസ്സിലെ ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് പഠിച്ചത്. അൻമോൾ ഗസാന എന്ന കഥ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കവി ശ്രീ ഹരിവംശ റായ് ബച്ചൻ എഴുതിയിട്ടുള്ള കോശിഷ് കർനെ വാലോം കി എന്ന കവിതയാണ്. ഈ കവിതയിൽ കവി കഠിനാധ്വാനം ചെയ്യാനാണ് പറയുന്നത്. കവിയുടെ അഭിപ്രായത്തിൽ പരിശ്രമശാലികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വന്നാൽ വിജയം നേടുന്നതുവരെ നമ്മൾ മുന്നോട്ട് പോകണം. അത് ഒരിക്കലും നമ്മുടെ പിറകിലോട്ട് പോകരുത് എന്നാണ് കവി പറയുന്നത്. നമുക്ക് ഈ കവിത ഒന്ന് നോക്കാം. നമ്മുടെ പാഠത്തിന്റെ പേര് കോശിഷ് കർനെ വാലോം കി. ശ്രീ ഹരിവംശ റായ് ബച്ചൻ, കവി ശ്രീ ഹരിവംശ റായ് ബച്ചൻ എഴുതിയിട്ടുള്ള കവിതയാണ് കോശിഷ് കർനെ വാലോം കി. നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് പേജ് എല്ലാവരും നോക്കൂ. ജന്മന വൈകല്യങ്ങളുള്ളവരാണ് ഇവരൊക്കെ അല്ലേ. അപ്പം ജന്മന വൈകല്യമുള്ള വൈകല്യങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് വിജയം നേടിയിട്ടുള്ള, ലോകപ്രശസ്തി നേടിയിട്ടുള്ളവരാണ് ഈ തന്നിട്ടുള്ള ചിത്രത്തിലുള്ളവർ. ഇവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? നോക്കുക, ഫസ്റ്റ് ചിത്ര ആരതാ? കോൻ ഹേ? ഇല സച്ചാനി. ഫസ്റ്റ് ചിത്ര ഇല സച്ചാനി. ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലാണ് ഇല സച്ചാനി ജനിച്ചത്. ജന്മന ഇല സച്ചാനി വൈകല്യമുള്ളവളായിരുന്നു. കൈകൾ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആ കുറവ് ഒരു വെല്ലുവിളിയായി കണക്കാക്കി തൻ്റെ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലികളും കാലുകൊണ്ട് ചെയ്ത് ലോകപ്രശസ്തി നേടി. നന്നായി ചിത്രം വരച്ച് തുന്നൽ പരിശീലിച്ചു. അങ്ങനെ എംബ്രോയ്ഡറി വർക്കിൽ ഇല സച്ചാനി പ്രസിദ്ധി നേടി. ദെൻ സെക്കൻഡ് ചിത്ര, ദൂസരാ ചിത്ര കോൻ ഹേ? പരിചയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? റിച്ചാർഡ് വൈറ്റ് ഹെഡ്. എന്താ പേര്? റിച്ചാർഡ് വൈറ്റ് ഹെഡ്. അദ്ദേഹത്തിന് കാലിലെ കൃത്രിമ കാലാണ്. അപ്പം കൃത്രിമ കാലുകൊണ്ട് ഓട്ട മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടി. അങ്ങനെ ലോക പ്രശസ്തി നേടിയ ആളാണ് ആര്? റിച്ചാർഡ് വൈറ്റ് ഹെഡ്. അപ്പം തൻ്റെ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവരൊക്കെ അല്ലേ. ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടായിട്ടും എന്താ, ആ വൈകല്യത്തോടിങ്ങനെ ഒതുങ്ങി നിൽക്കാതെ തൻ്റെ വൈകല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയം നേടിയിട്ടുള്ളവരാണ് ഇവരൊക്കെ. ദ നെക്സ്റ്റ്, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഇദ്ദേഹം ബ്രിട്ടനിലാണ് ജനിച്ചത്. ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമാണ് ഇദ്ദേഹം. കൈകാലുകൾക്ക് സ്വാധീനം ഇല്ല, അതായത് കൈകാലുകളൊന്നും ചലിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ, തല നന്നായി പ്രവർത്തിക്കും അല്ലേ. അങ്ങനെ അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലൊക്കെ പ്രശസ്തി നേടി. ദെൻ നെക്സ്റ്റ്, നിക്കോളാസ് ജസ്നിക് ബുജിസിംഗ്. ഇദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. വികലാംഗനാണെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്ത് പ്രസംഗം നടത്തിയൊരു പ്രേരക വക്താവ് എന്ന നിലയിൽ പ്രശസ്തി നേടി. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കുറവുകളല്ലേ, ഒരു കുറവുകളെ മറന്ന് അത് വെല്ലുവിളിച്ച് വിജയം നേടണം. അതൊക്കെ നികത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം. എല്ലാവരും കവിതാഭാഗം ശ്രദ്ധിക്കുക. കോശിഷ് കർനെ വാലോം കി. ഈ കവിതയിൽ കവി നമ്മോട് പറയുന്നത് വിജയം വരെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്രമവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് വിജയം വരെ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമം ഒരിക്കലും നിഷ്പ്രയോജനമാവുകയില്ല. പരിശ്രമിക്കുന്നവൻ എന്തായാലും എന്താ, വിജയത്തിലെത്തും. വിജയം വരെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമം തുടരണം. നമുക്ക് നമ്മുടെ കവിതാഭാഗം നോക്കാം. लहरों से डरकर नौका पार नहीं होती,
कोशिश करने वालों की कभी हार नहीं होती। लहरों से डरकर नौका पार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। लहरों से डरकर नौका पार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। लहरों से डरकर नौका पार नहीं होती. लहर തിരമാല വേവ്. ഡർ ഭയം, ഫിയർ ഭയം എന്നൊക്കെ പറയും. ഹിന്ദിയിൽ ഡർ ഭയം, ഫിയർ എന്താ ഭയം. നൗക ബോട്ട്, നാവ്, നൗക നാവ് ബോട്ട്. കോശിഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. കോശിഷ് പരിശ്രമം. हार पराजय, हार पराजय, पराजय लॉस. लहरों से डरकर नौका पार नहीं होती. തിരയെ ഭയപ്പെടുന്നവന് ഒരിക്കലും തോണിയിൽ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതായത് തോണി മറുകര എത്തിക്കാൻ അയാൾക്ക് കഴിയില്ല അല്ലേ. തിരമാലയെ പേടിക്കുന്നവൻ ഒരിക്കലും തോണി തുഴഞ്ഞ് മറുകരയ്ക്ക് എത്താൻ കഴിയില്ല. कोशिश करने वालों की कभी हार नहीं होती. കോശിഷ് करने वालों की പരിശ്രമം ചെയ്യുന്ന ആൾ അല്ലേ. പരിശ്രമശാലികൾ, പരിശ്രമം ചെയ്യുന്ന പരിശ്രമശാലികൾ. പരിശ്രമശാലികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരിശ്രമശാലികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അപ്പൊ ഈ രണ്ട് വരിയുടെ മീനിങ്സ് എന്താണ്? ലഹരോം സേ ഡർകർ നൗകാ പാർ നഹീം ഹോത്തി. കോശിഷ് करने वालों की कभी हार नहीं होती. തിരയെ ഭയപ്പെടുന്നവന് തോണിയിൽ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. പരിശ്രമശാലികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. എല്ലാവർക്കും മനസ്സിലായോ? ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലഹർ ഔർ നൗക കിൻ കിൻ കെ പ്രതീക് ഹെ. ലഹർ ഔർ നൗക കിൻ കിൻ കെ പ്രതീക് ഹെ. എന്താ ലഹർ എന്ന് പറഞ്ഞാലേ പഠിച്ചോളൂ. എന്താ ലഹർ? വേവ്, തിരമാല അല്ലേ. ലഹർ തിരമാല. അപ്പം ലഹർ ഔർ നൗക, നൗക നാവ് തോണി. അപ്പം തിരമാല തോണി. കിൻ കിൻ കെ പ്രതീക് ഹെ, കിൻ കിൻ കെ പ്രതീക് ഹെ. ലഹർ ഔർ നൗക കിൻ കിൻ കെ പ്രതീക് ഹെ. കിൻ കിൻ എന്നാൽ എന്തിനൊക്കെ പ്രതിനിധീകരിക്കുന്നു, അത് എന്തിനെ സൂചിപ്പിക്കുന്നു. ലഹർ എന്നത് സൂചിപ്പിക്കുന്നത് ജീവൻ കി മുസീബത്ത്, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അതാണ് ലഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗക മനുഷ്യരെയാണ് നൗക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. നെക്സ്റ്റ്, നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रगों में साहस भरता है. चढ़कर गिरना, गिरकर चढ़ना न अकरता है. आखिर उसकी मेहनत बेकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. അപ്പം ഒരു ചെറിയ ഉറുമ്പിനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ. നന്നി ചീണ്ടി, ചീണ്ടി പറഞ്ഞ ഉറുമ്പ്. നന്നി ചീണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പ്. ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, അതിന്റെ ഭക്ഷണം അല്ലെ, ധാന്യം എടുത്തിങ്ങനെ നടക്കുകയാണ്. ചടുത്തി ദീവാരോം പർ 100 ബാർ ഫിസൽത്തി ഹേ. ചടുത്തി, ചടന എന്താ? കയറുക. ചടന കയറുക. चढ़ती दीवारों पर 100 बार फिसलती है. നന്നി ചീണ്ടിതന ചെറിയ ഉറുമ്പ്, സ്മോൾ ആൻഡ്. ദാന പറഞ്ഞ ധാന്യം, അനാജ്. ഫിസൽന ടു സ്ലിപ്പ്, വഴുതുക. അപ്പം നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ. ചെറിയ ഉറുമ്പ് അതിന്റെ ഭക്ഷണം അല്ലെ, ധാന്യം എടുത്തതിങ്ങനെ നടക്കുകയാണ്. ചടുത്തി ദീവാരോം പർ 100 ബാർ ഫിസൽത്തി ഹേ. അതിങ്ങനെ കയറി അല്ലെ, ചുമര് കയറുമ്പോ ദീവാർ എന്ന് പറഞ്ഞാൽ ചുമർ,
ദീവാർ. അപ്പം ചുമരിങ്ങനെ കയറുകയാണ്. അപ്പം 100 ബാർ ഫിസൽ, 100 100 100, 100 ബാർ 100 തവണ, ഫിസൽത്തി ഹേ തെന്നി വീഴുന്നു അല്ലേ, ടു സ്ലിപ്പ്. मन का विश्वास രഘു में साहस बढ़ता है. मन का विश्वास, മനസ്സിൽ അതിനൊരു വിശ്വാസമുണ്ട് അല്ലേ. मन का विश्वास രഘു में साहस बढ़ता है. മനസ്സിലൊരു വിശ്വാസമുണ്ട്. എന്താണ് ആ വിശ്വാസത്തോടെ എന്ത് ചെയ്തു? സാഹസ് बढ़ता है, അത് വീണ്ടും എന്താ കയറുന്നു ഇറങ്ങുന്നു അല്ലേ. ചടുക്കർ ഗിർന ഗിർക്കർ ചടന ന അഘർത്താ ഹേ. അപ്പൊ മനസ്സിലൊരു വിശ്വാസമുണ്ട്, എന്തായാലും കയറണം എന്നുള്ള ഒരു വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു? ആ ഉറുമ്പ് ചുമരിൽ കയറുന്നു, വീഴുന്നു അല്ലെ. അങ്ങനെ 100 ബാർ ഫിസൽത്തി 100 തവണ അത് കയറി വീണ് അങ്ങനെ ചടുക്കർ ഗിർന ഗിർക്കർ ചടന ന അഘർത്താ ഹേ, കയറി വീഴുന്നതും അല്ലെ. ചടുക്കർ ഗിർന ഗിർക്കർ ചടന വീണ് കയറുന്നതും, ന അഘർത്താ ഹേ ഒരു മോശമായിട്ട് അതിന് തോന്നിയിട്ടില്ല. അതായത് അത് എന്ത് ചെയ്യുന്ന തോറ്റ് പരാജയപ്പെട്ട് പിന്നാക്കം പോകുന്നില്ല അതല്ലേ. അത് വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഖിർ ഉസ്കി മെഹനത്ത് ബേക്കാർ നഹീം ഹോത്തി. അവസാനം ആഖിർ അന്ത് ആഖിർ ഉസ്കി മെഹനത്ത് ബേക്കാർ നഹീം ഹോത്തി. അവസാനം അതെന്ത് ചെയ്യുന്നു? വിജയത്തിൽ എത്തുന്നു അല്ലേ. നിഷ്പ്രയാസം അത് ആ ചുമര് കയറിപ്പോന്നു. കോശിഷ് കർണേ വാലോം കി കബി ഹാർ നഹീം ഹോത്തി. പരിശ്രമം ചെയ്യുന്ന ആൾ, പരിശ്രമശാലികൾ ഒരിക്കലും കബി ഹാർ ഒരിക്കലും എന്താ പരാജയപ്പെടുകയില്ല. ഈ വരികളിലൂടെ നമ്മൾ എന്താ കാണുന്നത്? ആ കുഞ്ഞുറുമ്പിന്റെ കഠിന ശ്രമമാണല്ലേ. കഠിനമായ ശ്രമം, അത് പല തവണ അതിങ്ങനെ എന്ത് ചെയ്യാ, അതിന്റെ ധാന്യമണിയുമായി ചുമരിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വഴുതി വീഴുന്നു. പല തവണയായിട്ട് അതിങ്ങനെ വീഴുകയും കയറുകയും അങ്ങനെ ചെയ്ത് എന്ത് ചെയ്തു? അവസാനം അതിന്റെ പരിശ്രമം വിജയത്തിലെത്തുന്നു. അത് കഠിനമായ ശ്രമം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് കവിയുടെ നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, കവിതയുടെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम. संघर्ष का मैदान छोड़कर मत भागो तुम. कुछ किए बिना ही जय जयकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम. संघर्ष का मैदान छोड़कर मत भागो तुम. कुछ किए बिना ही जय जयकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. कवि कहते हैं असफलता एक चुनौती है, इसे स्वीकार करो. പരാജയം ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ് അല്ലേ. അസഫലത ഫെയിലർ, തോൽക്കുക. അപ്പൊ തോൽവി ഒരു തരത്തിലുള്ള എന്താ വെല്ലുവിളിയാണ്. പരാജയം ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. ഇസേ സ്വീകാർ കരൂ, അതിനെ സ്വീകരിക്കൂ. അപ്പൊ ആ വെല്ലുവിളികൾ എന്ത് ചെയ്യാ, അതിനെ നേരിടാൻ തയ്യാറാകണം. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम. സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞില്ലേ, നമുക്കുള്ള കുറവുകളെ നമ്മൾ എന്ത് ചെയ്യാ, തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് അവയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. സ്വന്തം കുറവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം, അവയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയില്ലേ വിജയം വരെ നമ്മൾ എന്ത് ചെയ്യണം, വിശ്രമവും നമ്മുടെ ഉറക്കവും എല്ലാം ഉപേക്ഷിക്കണം. നമുക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിലല്ലേ, നമ്മുടെ ഒരു
സ്വപ്നം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നേടണമെങ്കിൽ അതിന് കഠിനാധ്വാനം ചെയ്യണം. അതിനെന്ത് വേണം? നമ്മൾ അത് വിജയിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ഉറക്കവും വിശ്രമവും എല്ലാം ഉപേക്ഷിക്കണം. സംഘർഷിക്ക മേധാൻ ചോടുക്കർ മത് ഭാഗോ തും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ, അല്ലേ, നമ്മുടെ ആ വിജയത്തിലെത്താൻ, ജീവിതത്തിൽ വിജയം നേടാൻ പലതരത്തിലുള്ള പ്രയാസങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. അത്തരം അവസരങ്ങളിൽ പിന്തിരിഞ്ഞോടരുത്. സംഘർഷിക്ക മേധാൻ ചോടുകർ മത് ഭാഗോ തും. നമ്മുടെ ജീവിതമാകുന്ന സംഘർഷത്തിലെ ആ പ്രശ്നങ്ങളിൽ പല പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് തന്നെ പോകണം, പിന്നോട്ട് തിരിഞ്ഞ് ഓടരുത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ, നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. कुछ किए बिना ही जय जयकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും നേടാൻ ആർക്കും സാധ്യമല്ല, അല്ലേ? നമുക്കൊരു കാര്യം നേടണമെങ്കിൽ നമ്മൾ കുറെ കഷ്ടപ്പെടണം. കഠിനാധ്വാനം, അല്ലെ, കഠിനമായി അധ്വാനിക്കുന്നവന് വിജയം ഉറപ്പാണ്. ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല? പരാജയം ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ കവി നമ്മോട് പറയുന്നത്. അപ്പം കവി നമ്മോട് എന്താണ് പറയുന്നത്? ഈ കവിതയിലൂടെ കവി വെല്ലുവിളികളെ സ്വീകരിച്ച ആത്മവിശ്വാസം, അല്ലെ, ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ആത്മവിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ വെല്ലുവിളികളെയും, നമ്മുടെ ആരെങ്കിലും പരിഹസിച്ചാലും, നമ്മൾ തോറ്റിട്ട് ആരെങ്കിലും കളിയാക്കി ചിരിച്ചാലൊക്കെ നമുക്ക് അതൊന്നും നമ്മൾ എന്ത് ചെയ്യാ? ഒരു തരത്തിലുള്ള മൈൻഡും ചെയ്യരുത്. എന്ത് ചെയ്യാ? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മളെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കഠിനാധ്വാനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം. കഠിനാധ്വാനം ചെയ്താൽ ഉറപ്പാണ് എന്ത് സംഭവിക്കും? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും, നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതാണ് നമ്മോട് കവി പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലുള്ള വർക്കുകൾ നോക്കാം. ശ്രദ്ധിക്കാം. കവിതാസേ തുഖുവാലേ പദ് ചുനേ. കവിതയിൽ നിന്നും തുഖുവാലേ പദ്. തുഖുവാലേ പദ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന വാക്ക്. ജൈസെ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ചൽത്തി ഹെ ഫിസൽത്തി ഹെ. അതുപോലത്തെ വാക്ക് തിരഞ്ഞെടുത്ത് ഏതായിരിക്കാം? ചൽത്തി ഹെ ഫിസൽത്തി ഹെ. അതേപോലുള്ള ഏതാണെന്ന് വെച്ചാൽ തുഖുവാലെ ശബ്ദ്, തുഖുവാലെ പദ് തിരഞ്ഞെടുത്ത് എല്ലാവരും എഴുതുക. ഉള്ള മീനിങ് വേർഡ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് എഴുതുക, നന്നായി പഠിക്കുക. എന്നിട്ട് മീനിങ് വേർഡ്സ് പഠിച്ചതിന് ശേഷം കവിത ചൊല്ലി നോക്കുക. കവിത വായിച്ചിട്ട് അതിൽ അർത്ഥത്തോടെ പഠിക്കുക. ഓക്കെ, മീനിങ് വേർഡ്സ് നോക്കുക എല്ലാവരും. അസഫലത, തോൽവി, ഫെയിലർ. असफलता, തോൽവി, ഫെയിലർ. ചുനൗത്തി, വെല്ലുവിളി, ചലഞ്ച്. ചുനൗത്തി, വെല്ലുവിളി, ചലഞ്ച്. സുധാരണ, സുധാരണ, നന്നാക്കുക, ടു റിഫോം. സുധാരണ, നന്നാക്കുക, ടു റിഫോം. നീന്ത്, ഉറക്കം, സ്ലീപ്പ്. നീന്ത്, ഉറക്കം, സ്ലീപ്പ്. ചൈൻ, വിശ്രമം. ചൈൻ, വിശ്രമം, റെസ്റ്റ്. ചൈൻ, വിശ്രമം, റെസ്റ്റ്. ഭാഗ്ന, ഓടുക, ടു റൺ. ഭാഗ്ന, ഓടുക, ടു റൺ. കബി, ഒരിക്കലും, നെവർ. കബി, ഒരിക്കലും, നെവർ. സമാനാർത്ഥ ശബ്ദ. അസഫലത, പരാജയം. അസഫലത, പരാജയം. പരാജയം എന്ന് പറഞ്ഞാലും എന്താ? ഫെയിലർ ആണ്. അസഫലത എന്ന് പറഞ്ഞാലും ഫെയിലർ ആണ്. ഒരേ അർത്ഥം വരുന്ന വേർഡ്. അസഫലത, പരാജയം. നീന്ത്, നിദ്ര. നീന്ത്, നിദ്ര.
നിദ്ര പറഞ്ഞാലും ഉറക്കം, നീന്ത് പറഞ്ഞാലും ഉറക്കം, ഒരേ അർത്ഥം വരുന്ന വേർഡ്. ചൈൻ ആരാം. ആരാം എന്ന് പറഞ്ഞാലും വിശ്രമമാണ്. ചൈൻ എന്ന് പറഞ്ഞാലും എന്താ? വിശ്രമമാണ് അല്ലേ, റെസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. चींटियों से हमें कौन सी प्रेरणा मिलती है? चींटियों से ഉറുമ്പുകളിൽ നിന്ന് ഹമേം കോൺ സി പ്രേരണ മിൽത്തി ഹേ. ഹമേം നമുക്കിലെ എന്ത് പ്രേരണയാണ് ലഭിക്കുന്നത്? മിൽത്തി ഹേ എന്താണ് കിട്ടുന്നത്? എന്താണ് കിട്ടുന്നത്? ചീണ്ടിയോം സേ ഹമേം ആ ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് എന്ത് പ്രേരണയാണ് ലഭിക്കുന്നത്? വിജയ് തക്ക് പരിശ്രം കർണാ ചാഹിയേ അല്ലേ? വിജയം വരെ അല്ലേ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്താ? വിജയം വരെ എന്താ? പരിശ്രമം ചെയ്യണം എന്നാണ് നമുക്ക് എന്നുള്ള പ്രേരണയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതട്ടോ. കോശിഷ് കർണേ വാലോം കി എന്ന കവിത നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഈ കവിതയിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? കുട്ടികളെ എന്താ മനസ്സിലാക്കിയത്? കവി നമ്മോട് എന്താണ് പറയുന്നത്? ആത്മവിശ്വാസത്തോടെ അല്ലെ, വെല്ലുവിളികളെ സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യാനാണ് കവി നമ്മോട് എല്ലാവരോടും പറയുന്നത്. ഈ കവിതയിലുള്ള വർക്കുകളൊക്കെ എഴുതുക, നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.